നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളെ ചെണ്ടുമല്ലി കൃഷി ഇന്നലെ മുതലൊക്കെ ആളുകൾ പൂ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും പൂവ് ഇതുവരെ വിരിയാത്ത അവസ്ഥ ഉണ്ട്, അതുപോലെ മൊട്ട് വന്ന് തുടങ്ങിയ അവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് എഴുതി വെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഡേറ്റിലെ ഓരോ വളപ്രയോഗവും നടുന്ന രീതിയും തലമുറയ്ക്കുന്നൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് എവിടെയാണ് വ്യത്യാസം വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ പറയുന്നത്. ഇന്നലെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളാണെന്ന് തോന്നുന്നു, ഇടുക്കിയിലുള്ള ഒരു ആള് വിളിച്ചു. അവരുടെ ചെണ്ടുമല്ലി കൃഷി ഏകദേശം കൃത്യസമയത്ത് തന്നെ നട്ടിട്ടുണ്ട്. പക്ഷെ തട്ടുതട്ടായ വെള്ളം ഒലിക്കുന്ന തട്ടുതട്ടായ ഒരു സ്ഥലം, ആ സ്ഥലത്ത് അവര് തിണ്ടുപോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ കൃഷി ചെയ്തിട്ട് വളം കൃത്യമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇടുന്ന വളങ്ങള് ഏറ്റവും അടിയത്തെ തട്ടിൽ നന്നായി പൂവിട്ടു. ഏറ്റവും അടിയിലെ ഭാഗത്തെ തട്ടിൽ നന്നായി പൂട്ടും, മേലത്തെ ഭാഗത്ത് മൊട്ട് വന്നിങ്ങനെ ശരിക്ക് വിരിയാതെ അങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് അതിൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മള് ഈ കടക്കിലിടുന്ന വളങ്ങൾ മഴ പെയ്തോ ഒലിച്ചു വന്നാൽ ഏറ്റവും താഴത്തെ പ്ലോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ആ ചെടികൾക്ക് എപ്പോഴും വളം കിട്ടിക്കൊണ്ടിരിക്കും, മറ്റേന്റെ ഒക്കെ വെട്ടുന്ന വളം കുറയും. അപ്പൊ ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ഇനി അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് അതിന് ഫോളിയർ സ്പ്രേ കൂട്ടിക്കൊടുക്കുക എന്നുള്ള. അപ്പൊ അവിടെ അവര് പറഞ്ഞ ഒരു കാര്യം, ഇടുക്കി ജില്ലയില് കുറെ ഏരിയയില് എന്നും മഴ തന്നെയാണെന്നാ പറഞ്ഞത്, വെയില് വളരെ കുറവാ. അപ്പൊ അതും എല്ലാം ഇതിനൊരു ഘടകങ്ങളാണ്. അപ്പൊ നമ്മൾ അതിന്റെ വളം കൊടുക്കുക, വെയിലിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന രീതിയിൽ പരിചരിക്കുക. അപ്പൊ ഒരു ഭാഗത്തേക്ക് അവർക്ക് വളം ഡെപ്പോസിറ്റ് ആയി, അത് തട്ടുതട്ടായി തിരിച്ചേര് തട്ടുതട്ടായി തിരിച്ചേര് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം കെട്ടി നിന്നാൽ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പ്ലോട്ട് ഇത് വൈകി നട്ട ഈ പ്ലോട്ടുണ്ട് ഏകദേശം 21 ദിവസം വൈകിയൊരു തോട്ടാണിത്. ഈ തോട്ടത്തിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ ഇങ്ങനെ പൂ വിരിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് 16 അത്തത്തിന്റെ സമയത്തേക്ക് ഇങ്ങനെ പൂ വിരിഞ്ഞു. എല്ലാ 2000 തൈയില് ഏകദേശം അവിടെയും ഇവിടെയൊക്കെ ഓരോ ചെടിയിലും ഓരോന്ന് അല്ലെങ്കിൽ ഇടവിട്ടുള്ള വിരിഞ്ഞു നിൽക്കുക. കാരണം ഇത്രയും ദിവസം ലാഗിങ് വന്നു. ഈ ലാഗിങ് വന്നത് പൂവിടലിനെയും ബാധിക്കും കേട്ടോ. അപ്പൊ ഇനി അതിലേറെ പ്രശ്നമുള്ളത്, ഈ ലാഗ് ചെയ്ത് നട്ട ആളുകള് 2 തവണ തലമുറിക്കും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം, ലാഗ് ചെയ്താൽ എത്ര വെച്ചിട്ടാണോ ലാഗ് ചെയ്തത് അതിനനുസരിച്ച് മാറ്റം വരുത്തണം, വളത്തിലും തലമുറിക്കലും. അപ്പൊ ചിലപ്പോൾ തലമുറിക്കാതെ വിടേണ്ടി വരും. ഈ തലമുറിക്കാതെ വിട്ടത് കൊണ്ട് അപ്പൊ കുറച്ചും കൂടി വേഗത്തിലേക്ക് പൂവിലേക്ക് എത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യും, പൂവ് കിട്ടിയ ആളുകളും ഒരു കാര്യം, പൂവ് കിട്ടി എന്ന് കരുതിയിട്ട് വളപ്രയോഗം നിർത്തരുത്. ഇടവിട്ടിട്ട് വല്ലപ്പോഴും ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോഴെങ്കിലും പൊട്ടാസ്യം കലർന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം 13-27-27 അല്ലെങ്കിൽ SOP ആണെങ്കിൽ വളരെ ഡയലൂട്ടഡ് ആയിട്ട് 13-27 ഒരു സ്പൂണ് 5 ലിറ്റർ വെള്ളത്തിൽ ലൈറ്റ് ആയിട്ട് ചെടികളുടെ ഇലയിൽ തട്ടുന്ന തരത്തിലൊന്ന് സ്പ്രേ. പൂവില് വീണം എന്നല്ല പറയുന്നത്, നമ്മൾ അടിക്കുമ്പോൾ എന്തായാലും പൂവില് തട്ടും, പൂവ് പെട്ടെന്ന് അങ്ങനെ കേടാവുന്നതല്ല. ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ കൊടുത്ത് പോകണം ഇടയിൽ ഒരു 4-5 ദിവസം കൂടുമ്പോൾ. അതുപോലെ ഈ പൊട്ടിക്കലിന്റെ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ 1-2 തവണ കുറഞ്ഞ തോതിൽ പൊട്ടാഷോ ഫാക്ടംബോസും പൊട്ടാഷും മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊട്ടാഷ്യം മാത്രമായിട്ടോ കൊടുക്കുക. ഇനി അല്ല ജൈവ രീതിയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എങ്ങനെ വിടർന്ന് ഇനി മണ്ണ് കയറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും അതേപോലെ മണ്ണിര കമ്പോസ്റ്റിന്റെ സ്ലറി, അതിന്റെ വെർമി വാഷ് എന്ന് പറഞ്ഞത് കിട്ടും, അതുപോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും, പിന്നെ വെണ്ണീർ അടിയിൽ ചാരം വെതറി കൊടുക്കുക, ബയോ പൊട്ടാഷ്യം ഒക്കെ എറിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്റ്റെബിലൈസ് ആയിട്ട് നിലനിർത്താൻ പറ്റും ഓണം വരെ. അപ്പൊ നമ്മൾ ഈ ഓണം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ഇപ്പോഴും നമ്മൾ ഈ വളം പ്രയോഗിക്കാനും ഒക്കെ പറയുന്ന ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുക, ഇനി പൂ വിരിയാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ഏകദേശം ജൂലൈ 25 തൊട്ടിട്ട് മൊട്ടിന്റെ അവസ്ഥ പറഞ്ഞിട്ടുള്ള. ഇനി പല ആളുകൾക്ക് ഒരു സംശയം, 10 ദിവസമെങ്കിലും നേരത്തെ നട്ടിരുന്നെങ്കിൽ പൂ ഉണ്ടാവില്ല എന്നുള്ളൊരു ചോദ്യം, പൂ കൂടുതൽ കിട്ടില്ലേ എന്നുള്ളൊരു സംശയം മനസ്സിൽ വരാം. ഇതേ കാലാവസ്ഥ ആയിരിക്കില്ല അടുത്ത വർഷം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം, അങ്ങനെ ഒരു വർഷം നമുക്ക് നല്ല വെയിൽ വന്ന സമയത്ത് 10-11 ദിവസം കൊണ്ട് മുട്ട് വിരിഞ്ഞു. അപ്പൊ നമ്മൾ കുറെ മുന്നേ ഒരു 20 ദിവസം മുന്നേ നട്ടാൽ നമുക്ക് നല്ല പൂ കിട്ടില്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് പോയാൽ ഓണത്തിന്റെ മുന്നേ കുറേ പൂ വിരിയും, നല്ല വലിയ പൂക്കളൊക്കെ ആ സമയത്ത്, പിന്നെ ചെറുതായി വരും. അപ്പൊ കാലാവസ്ഥ നമുക്ക് അതിലൊന്നും മുൻകൂട്ടി വെയിലാണോ മഴയാണോ എന്ന് കുറച്ചൊക്കെ പറയാമെങ്കിലും പൂർണ്ണമായിട്ടും പറയില്ല. ഇപ്പൊ വെയിലായി നിൽക്കുന്നു. ഈ വെയില് എന്റെ ദിവസങ്ങൾ ഒരു 5 ദിവസം ബാക്കിലേക്ക് ഇതേ വെയിൽ നിൽക്കുകയാണെങ്കിൽ പൂക്കൾ വിരിയുമായിരുന്നു. അപ്പൊ നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ വളപ്രയോഗത്തിൽ മാറ്റം വരുത്തുക, നല്ല രീതിയിൽ പരിചരിക്കുക, തുടർന്നും പരിചരണം. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ അഡ്വൈസ് കൊടുത്തത് ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ഈ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് നമ്മൾ തിരുവോണം കഴിയുന്നതോട് കൂടിയിട്ട് മെല്ലെ ഡിസോൾവ് ചെയ്യും.
അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ ഗ്രൂപ്പിലൊക്കെ ചേരാം. പക്ഷെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് വില അറിയാനും അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂവ് 70% വിരിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കാം. കേരളത്തിലെ പൂക്കൾക്ക് വില കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം നമ്മളെ വിളിച്ച ആളുകൾ, നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളും തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഉള്ളം കൈയിന്റെ അത്രയും വലുപ്പത്തിലുള്ള പൂക്കളാണ് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾ മോശമാണെന്നല്ല, അവര് പൂർണ്ണമായും വിരിയുന്നതിന് മുന്നേ ഒരു 50% ആവുമ്പോൾ തമ്മിൽ ഏജന്റുമാർ ഇത് മുറിച്ച് കൊണ്ടുവരികയാണ്. ആ മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് രണ്ടാമത്തെ ദിവസം ഒക്കെ ആണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് വിടർന്നു വരും. ഇതാണ് കിട്ടുക. പക്ഷെ പൂക്കൾക്ക് വലിപ്പം കുറവാണ്. നല്ല വിരിഞ്ഞ പൂക്കൾ നമ്മളെ ഈ മാലയിലൊക്കെ കാണാം, ഈ വലിയ ഡെക്കറേഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം പറഞ്ഞ് അങ്ങനെ എടുക്കുകയാണ്. അത്രയും 70% എബോവ് അതിന്റെ പെറ്റൽസ് വിരിയുന്ന സമയത്ത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ. അപ്പൊ നമുക്ക് വിലയും കിട്ടും, വലിപ്പം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പരിചരിക്കുക. പിന്നെ ഒരു വളം, എന്റെ റിക്വസ്റ്റ് അതാണ്, ഇപ്പോഴായാലും പിന്നെ ആയാലും ഒരു വളം ഒരു ദിവസം അടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെടിയുടെ ഏജ് നോക്കിയിട്ടാ പറയുന്നത്. അത് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി അടിക്കുമ്പോ അത് വിരിയാൻ, പൂവ് വിരിയാനൊക്കെ വളരെ സമയമെടുക്കും. ഞാൻ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ ഇതിൽ ഉണ്ട്, 2 ആഴ്ച മുന്നേ, അതായത് ഓഗസ്റ്റ് ജൂലൈ 29 വിളിച്ചതാണ്. മൊട്ട് വന്ന് ചെറിയ മൊട്ടുള്ളൂ വലുതാവാൻ. അന്ന് വളത്തിന്റെ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളം വാങ്ങിയിട്ടുണ്ട്, കിട്ടി, ഞാൻ അടിച്ചു തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അടിച്ചോളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ. ഒരു 15 ദിവസം മുന്നേ ചോദിച്ച വളം ഇപ്പോഴാണ് നമ്മൾ വാങ്ങി അടിക്കുക. അതൊക്കെ വരുമ്പോൾ നമ്മൾ വാങ്ങി എന്ന് പറയും, അടിച്ചു എന്ന് പറയും, പക്ഷെ അതിന്റെ റിസൾട്ട് മാറുകയാണ്. ഉണ്ടോ? അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ അതിന്റെ വളപ്രയോഗമൊക്കെ ഇനി ബാക്കിയുള്ളത് നടത്തുക. ചെടി നശിപ്പിക്കരുത്. ചെടി ഓണം കഴിഞ്ഞാലും ചെടീനെ വളർത്താനുള്ള ഒരു വീഡിയോ വരും തീർച്ചയായിട്ടും. അത് പൂ വിൽക്കാൻ പറ്റുന്നവർക്ക് കേട്ടോ. പിന്നെ ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പൂവുണ്ടായി, ഇനി എവിടെ കൊണ്ടുപോയി വിൽക്കുന്നത്? ഓണം കഴിഞ്ഞാൽ അത്ര വില കിട്ടില്ല. അപ്പൊ ഓണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് മാർഗമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാം. അത് 1.5 മാസത്തിലേക്ക് വരെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ പൊട്ടിച്ച് വിൽക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ കാണാനുള്ള ഭംഗിക്ക് നിർത്തണമെങ്കിൽ നിർത്താം. അല്ലാതെ പൂവുണ്ടായിട്ട് പിന്നെ അത് വിൽപ്പന കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാന്ന് ചോദിക്കരുത്. അപ്പോൾ പൂവിന് നമ്മൾ ഈ ചെടി ഒന്നും കൂടി ലൈഫ് കൂട്ടിയെടുക്കാം, വളപ്രയോഗത്തിലൂടെയും പരിചരണത്തിലൂടെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ കമന്റുകൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ അതിൽ രേഖപ്പെടുത്തുക. അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ, എന്നാലും പേഴ്സണലായിട്ട് അയക്കേണ്ട. ഗ്രൂപ്പിലാവുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ, താങ്ക് യു.